ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ദാണ്ടെ പതിവ് പോലെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള മാവൊക്കെ ആട്ടി തലേന്നേ വെച്ചായിരുന്നു. അപ്പോൾ നല്ലതായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് മറ്റൊരു പാത്രത്തിലും കൂടെ മാറ്റാം. ഫുള്ളായിട്ട് അതിലിരിക്കുവാണെങ്കിൽ പുറത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ദാണ്ടെ ഈ ദോശമാവൊക്കെ എടുത്ത് മാറ്റിയാണ്. പിന്നെ കുറച്ച് വലിപ്പം ഉപ്പും കൂടെ ഇട്ട് നമ്മൾ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് ദാണ്ടെ കുറച്ച് അരിയൊക്കെ പാറ്റി പറക്കി എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചോറ് വയ്ക്കാനുള്ള അരിയാണ്. അങ്ങനെ അതൊക്കെ സെറ്റാക്കിയതിന് ശേഷം പിന്നെ ഞാൻ അരി അങ്ങ് കഴുകാനായിട്ട് പോയി. നമ്മൾ ചുമന്നരിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ട് നമ്മൾ ഒരു തവണ ഊറ്റിക്കളയും. അപ്പം അതിൻ്റെ കൊഴുപ്പൊക്കെ അങ്ങ് മാറിക്കിട്ടും. പിന്നെ നമ്മൾ ഒന്നും കൂടെ വെള്ളമൊഴിച്ച് തിളപ്പിച്ച് നമ്മൾ റൈസ് കുക്കറിൽ വെക്കുമ്പോഴേക്കാണ് നമ്മൾ ചോറ് റെഡിയാവുന്നത് കേട്ടോ. പുറത്താണെങ്കിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെയിലൊന്നുമില്ല, തുണിയൊക്കെ ഉണക്കി കിട്ടാൻ ഭയങ്കര പാടാണ്. അത് നമുക്കിന്ന് കിട്ടിയ മീനെന്ന് പറയുന്നത് കുഞ്ഞു ചാളയാണ് കേട്ടോ. അപ്പോൾ അത് മുളക് കറി വെക്കാമെന്ന് കരുതി അങ്ങനെ മുളകും മല്ലിപ്പൊടിയും എല്ലാം ഞാനൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. നമുക്ക് മുളക് കറി വെക്കാനായിട്ടാണ് കേട്ടോ. അത് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ചെറിയുള്ളിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ മൂപ്പിച്ചും കൂടെ ജാറിലിട്ട് അരച്ചെടുത്ത് നമ്മൾ കറി അങ്ങനെയാണ് വെക്കുന്നത്. അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇക്കാക്ക് പോവാൻ നേരമായി. അങ്ങനെ ഇക്ക അങ്ങ് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് പിന്നെ നമുക്ക് തേങ്ങയൊക്കെ ഉടയ്ക്കാനായിട്ടോ. മോര് കറി വെക്കാനും അതുപോലെ തന്നെ നമുക്ക് കോവയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് വെഴുക്ക് വരട്ടാന്ന് കരുതി. അങ്ങനെ മോര് കറി വെക്കാനുള്ള തേങ്ങയൊക്കെ ഉടച്ചെടുത്ത് മോര് കാച്ചാനായിട്ട് അങ്ങ് വെച്ചു. അങ്ങനെ 2-3 കോവയ്ക്കയും പിന്നെ 3-4 ബീൻസൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അത് ഞാനങ്ങ് വിഴുക്ക് വരട്ടാന്ന് കരുതി. അങ്ങനെ നമ്മുടെ തോരനും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മോര് കറിയും ഏകദേശമൊക്കെ റെഡിയായി. അങ്ങനെ കടുകൊക്കെ വറുത്തൊഴിച്ചു, അത് റെഡിയാക്കി. അതിനുശേഷം നമ്മുടെ ഐതുക്കുട്ടൻ തണ്ടി കുളിച്ചൊക്കെ വന്നു. അങ്ങനെ അവനെ ഒന്ന് ഒരുക്കിയിരുത്താന്ന് കരുതി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഉച്ചയായി. നമുക്ക് ചോറൊക്കെ തിന്നേണ്ട സമയമായി. ഇന്ന് ചോറിൻ്റെ കൂടെ ഉണ്ട് മീൻകറി, മോരും തോരനും അച്ചാറും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. പുറത്താണെങ്കിലോ നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് പിന്നെയും ചക്കയൊക്കെ കിട്ടി. അങ്ങനെ ചക്കയൊക്കെ നമ്മളൊന്ന് വൃത്തിയാക്കി എടുത്ത് ഒന്ന് പൊളിച്ച് മാറ്റി വെക്കാമെന്ന് കരുതി. നല്ല പഴുത്ത ചക്കയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്കും പുറത്ത് നല്ല കാറ്റും മഴയും ഒക്കെ ഉണ്ട്, നല്ല ഇടിയും ഉണ്ട് കേട്ടോ. അവനിപ്പോൾ 2-3 ദിവസം കൊണ്ട് നല്ല മഴയും കാറ്റുമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായയും കൂടെ ഇട്ട് അങ്ങനെ ചായയും ചക്കയും കൂടെ കഴിക്കാമെന്ന് കരുതി. നിങ്ങൾ അവിടെയൊക്കെ മഴയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും നമ്മളെ ചാനലിൽ ഒരു ഹായ് പറയണേ. മഴയാണെങ്കിൽ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്നും സ്ഥിരം ഇവിടെ മഴയാണല്ലോ. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ. ഇതൊരു കുഞ്ഞു ലോങ് വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പം മറ്റൊരു വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.